അപ്പോ നമുക്ക് വേടൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഈ കൊച്ചു കലാകാരന്മാരെയും കലാകാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വ്യക്തിയാണ്. അപ്പോ വേടന്റെ ഒരു കൊച്ചു ആരാധിക നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോളെ പേര് ആത്മിക. എവിടെ സ്ഥലം കറക്റ്റ് പറഞ്ഞു? നല്ലിക്കുഴി. നല്ലിക്കുഴിയിലാണ് വീട് അല്ലേ? എത്രാം ക്ലാസ് പഠിക്കുന്നത്? 2ാം ക്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേടന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് കൊച്ചു കൊച്ചു പിള്ളേരാണ്. അപ്പൊ നമുക്ക് വേടനാണോ ഏറ്റവും ഇഷ്ടം? മറ്റുള്ള സിംഗേഴ്സിനൊന്നും അറിയില്ല അല്ലേ? വേടന ഏറ്റവും ഇഷ്ടപ്പെട്ടു അല്ലേ? എന്നാ വേടന്റെ ഒരു പാട്ട് പാടാൻ നമുക്ക്. പഠിക്കും. പള്ളിക്കാട്ടില് മുള്ളത്തടി പുലർത്തി ഒരുത്തി കണ്ണാടി മുമ്പിൽ കണ്ണവില പുലർത്തി ഒരുത്തി. വേറൊരു പാട്ട് പാടില്ല. വേടന്റെ ഒരു പാട്ട് പഠിക്കും. വേടൻ നല്ല ഇഷ്ടമാണല്ലേ? വേടനെ കാണുന്ന ആഗ്രഹമുണ്ടോ? അപ്പൊ വേടന്റെ ശ്രദ്ധയ്ക്ക് വേടനെ കാണാൻ വേണ്ടി കൊച്ചു മെഡിക്കൽ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്. കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് പുറത്തുണ്ടല്ലേ? വേടനെ കുറിച്ച് വേറെ എങ്ങനെ കേട്ടെ? വേടൻ എനിക്ക് വേടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേടൻ നല്ല പാട്ടുകാരനാണ്. എനിക്ക് വേടൻ എന്ന് പറഞ്ഞാൽ വേടൻ വന്ന് ഇറങ്ങിയപ്പോഴേ തന്നെ ഇഷ്ടമാണ്. പിന്നെ വേടന്റെ പ്രോഗ്രാം ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കാണാറുണ്ട്. നേരിട്ട് വേടനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് വേടനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. വേടന്റെ പരിപാടിയിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ വേടനോട് പറ, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. വേടാ, എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. സ്ഥലം പറഞ്ഞു കൊടുക്കും. നല്ല കാണാൻ പറ്റും. നല്ലിക്കുഴി.